മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? നല്ല സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുക, യാതൊരു കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഞാൻ എവിടെയാണെന്ന്. അപ്പം വയനാട് എത്തിയിട്ടുണ്ട്. വയനാട് വന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി ബാക്കി കണ്ടിട്ട് വായു. അങ്ങനെ മാനന്തവാടി ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാലിൻ ചേട്ടായി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലപ്പുഴ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാലപ്പുഴ വീട്ടിലെത്തിയിട്ട് എന്നെ കൂട്ടിയിട്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി യോയോ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടയ്ക്ക് നല്ല കിണ്ണം കാച്ചിയ മഴയാണ് കേട്ടോ, ഒന്നും പറയാനില്ല ഗൈസ്. ഡ്രൈവിങ് വിത്ത് മഴ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ല കൂളിംഗ് ആയിരുന്നു, നല്ല AC-ൻ്റെ കൂളിംഗൊക്കെ ഉണ്ടായിരുന്നു. 100 കഥകളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് കേട്ടോ. പാട്ട് അതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. ഓൺ വോയിസ് അല്ല, റെക്കോർഡ് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ് കൊട്ടിയൂരമ്പലം ഗൈസ്, ഉത്സവം പ്രമാണിച്ച് ഇങ്ങോട്ടേക്കൊക്കെ വരണം. അങ്ങനെ ഏകദേശം നമ്മൾ വയനാട് ചുരം കയറുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വളഞ്ഞ് പൊളഞ്ഞ് ഓഫ് റോഡ് പോലത്തെ റോഡാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഒന്നാമത് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, നല്ല ചാട്ടക്കൂടുതലാണ്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അതാ നമ്മുടെ KSRTC ബസ് പായുന്നുണ്ട് മുമ്പ് കൂടി. ഇങ്ങോട്ടേക്കും വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട്, അങ്ങോട്ടേക്കും വണ്ടി ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് ഫോണ്. നല്ല ഭംഗിയുണ്ട്, കല്ലും വണ്ടിയൊക്കെ ഫ്രണ്ടിലോട്ട് അപ്പൂസിന് പാമ്പേഴ്സ് ഉണ്ട്, ഡ്രസ്സ് ഇട്ട് കൊടുത്തില്ല, അവൻ ഇടൂല കേട്ടോ. വെറുതെ എനിക്ക് എല്ലാരും ഉണ്ട് ഗൈസ്, എല്ലാരും ഉണ്ട്. ഇരുന്നിട്ട് ഹോൺ അടിക്കുന്ന കണ്ടോ? അത് ലോറിയാണോ നാഷണൽ പെർമിറ്റ് ആണോ ഏട്ടായി? എന്നെ കാണണമെങ്കിൽ ഇങ്ങനെ കാണണം ഗൈസ്. എന്നെ കാണുന്നുണ്ടോ ഇങ്ങോട്ട്? ഹേ ഗൈസ്, അടിപൊളി വയലാട്ടോ. വയലെന്ന് പറഞ്ഞാൽ നെല്ലില്ലല്ലോ, എന്തോ ഒരു പാടം, എല്ലാം കൊയ്ത്ത് കഴിഞ്ഞ പാടാണ് ഗൈസ്. എവിടെയാണോ എന്തോ, എവിടെയോ എത്തി. പനമരം എത്താനായി തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോ തേനീച്ച കുത്തായിരുന്നു. ഇപ്രാവശ്യം കടുവേന്റെ വായിലാണോ ആനേന്റെ വായിലാണോ എന്നറിയില്ല. എന്നാലും പോവാ. നല്ല രസമുണ്ട് കഴിച്ചത്. ആ പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് അതിലെ കൂടി. ഞാൻ ഇതൊന്നും കട്ടാക്കൂല കേട്ടോ. ഞാൻ ഇങ്ങനെ എന്നെ പോസ്റ്റ് ചെയ്യുന്നു, പറഞ്ഞേക്കരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് വയ്യ, ഒന്നിനും റാണിയില്ല. അതില് കോപ്പിറൈറ്റ് വരൂലേ, അതല്ലേ പ്രശ്നം. നമ്മളെന്തേലും പറയുന്നതൊക്കെ അവള് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. ഇന്നത്തെ വീടൊക്കെ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലായിടത്തും ചക്ക മാങ്ങ എല്ലാം ഉണ്ട്. തേങ്ങയും ഉണ്ട് ഗൈസ്. ഓ നല്ല ഫ്ലവേഴ്സ് ആണ് ഗൈസ്, നല്ല അടിപൊളി. കുരിശിങ്ങലോ അടിപൊളി വ്യൂ. ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. യാതൊട്ടിന് വയക്കായോണ്ട് തന്നെ ഫേസ് കാണിക്കാത്തതാണ് കൂടുതൽ. പിന്നെ എന്റെ കോപ്പില് സെൽഫി സ്റ്റിക്കിന്റെ മറ്റേ കുന്ത എവിടെയോ കൊണ്ട് ഇട്ടു, ഓർമ്മയില്ല. അതെവിടെ പോയോ എന്തോ. ചേട്ടായി അതെ, എനിക്ക് പാമ്പേഴ്സ് വേണം ചേട്ടായി. സൂപ്പർ സ്റ്റോറോ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മതി. സൂപ്പർ സ്റ്റോറോ സൂപ്പർ മാർക്കറ്റ് കിടത്തങ്ങണ്ട്. ആൺതരി ഇല്ലാത്തതിന്റെ ഒരു കുറവ് നമ്മളിവിടെ കാണുന്നുണ്ട്. സ്റ്റാലിൻ ജോണി ഇരുന്ന് കളിക്കുന്നുണ്ടോ? എന്താ കളിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ കളിക്കുന്നേന്ന് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ കളിച്ചോ.
ഗൈസ്, ഫുഡ് ഇതാട്ടോ. അപ്പോ ചിക്കൻ കറിയും നടാ. അള്ളാ, ഇത് പൊന്തുന്നില്ലടാ. മിക്കവാറും എനിക്കത് തോന്നുന്നുണ്ട് കാളരാത്രി ആയിരിക്കും. കഴിക്കട്ടെ ഗൈസ്. ഹേ ഗായ്സ്, അങ്ങനെ ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യാതൊമോനും കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പം ഒരു നല്ല ചായയൊക്കെ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ്. ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പുട്ടുമാണ് ഞാൻ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചിട്ട് വരാം. കുറച്ച് ഫണ്ണി മൊമെന്റ്സ് നമുക്ക് കണ്ടാലോ. അടിപൊളിയായിട്ടുള്ള കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. ഞാനത് ക്യാച്ച് ചെയ്യാൻ നോക്കാം. നമ്മളെ യാതൊട്ടും എവിടെയാണെന്ന് അറിയണ്ടേ? വേണ്ടോ, ഒരു വഴിയില്ല, വേറെ എവിടെ ഹുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തൊട്ടി ഇവിടെ ഒരു ഹുക്ക് കണ്ടപ്പോൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ലിപ്സ്റ്റിക്ക്, കുറേ ആൾക്കാരില്ല, 1-2 പേര് ലിപ്സ്റ്റിക്ക് മാറ്റി പിടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നെൻ്റെ ഫ്രണ്ട് ഷോസ്ന സജീവ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ, ചോദിച്ചു കമൻറ്റിലിടേ എങ്ങനെയുണ്ടെന്ന്. ഒരു ബ്രൗൺ ഇട്ടിട്ടുണ്ട്. എനിക്കത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു അടിപൊളിയാവുന്നു കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇതുണ്ട്. അപ്പൂസിനെ നിക്കറില്ല, അതുകൊണ്ട് എനിക്ക് പേടിയാണ് കാണിക്കാൻ. അപ്പൂസേ. അപ്പം പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല നല്ലൊരു ഓർമ്മയാണ് ഗായ്സ്. അപ്പൂസിനെ കാണിക്കരുത്, എന്ത് കഷ്ടാ നോക്കണേ. ഇതാണ് ശ്രീകുട്ടി, ഇതാണ് അമ്മു. ട്ടോ ജിൻസ് കേട്ടോ. അപ്പൂസിന് നിക്കറില്ലാത്തതുകൊണ്ട് എനിക്ക് വാണിക്ക് മേടിക്കാൻ താല്പര്യമില്ല ഗൈസ്. ഇവിടെ നിന്ന് കിച്ചൺ ഡ്യൂട്ടിയാണ് ഗൈസ്. ഒന്നും കുഴപ്പമില്ല, അടുക്കള പണിയല്ലേ. നല്ല അടിപൊളിയായിട്ട് ചേച്ചി ബീഫ് വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, പക്ഷെ നന്നായിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കണേ. അപ്പോൾ യാതൊട്ടും ഉറക്കാട്ടോ, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി ചില്ലാവണമെങ്കിൽ സത്യം പറഞ്ഞാലില്ലേ, നമ്മുടെ വിനീഷേണ്ണും ബിൻസി ശ്യാമണ്ണൊക്കെ വരണം കേട്ടോ. അവർ തൃശ്ശൂരിൽ നിന്ന് ഓൾറെഡി വെളുപ്പിനെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ എവിടെയോ ബുക്സൊക്കെ കിട്ടുന്ന കടയുണ്ട്. അപ്പം ബുക്സ് അടിക്കുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തുച്ഛമായ വിലക്കുറവിൽ നമുക്ക് ബുക്സൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ബുക്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കുട്ടികൾക്കുള്ള ബുക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അഭിയാൻ്റെ 2 മക്കൾ ട്വിൻസാട്ടോ. അവരെയാണ് ഞാൻ കാണിച്ചു തന്നത് നേരത്തെ. യാതൂട്ടൻ എണീക്കുന്നുണ്ട് ഗൈസ്, യാതൂട്ടൻ എണീറ്റാൽ പണിയാണ്. രാത്രിക്ക് ഉറങ്ങാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവനെ ഉറക്കണം. അപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ ചില്ലായിരിക്കും. മാക്സിമം വീഡിയോ കവർ ചെയ്യാൻ ശ്രമിക്കാം. യാതൊരു വാശിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എടുക്കും കേട്ടോ, മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ചേച്ചിമാരുടെ അടുക്കളയിലാണ് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗൈസ്. ക്യാമറയാണ് എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ബട്ടർ ഫ്രൂട്ട്, നമ്മൾ അവക്കാഡോ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടുത്തെ തൊട്ട് പുറകിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ കാണുമോന്നറിയില്ല, സൂം ചെയ്താൽ കിട്ടുമോ? ഇത് കണ്ടോ ഗൈസ്, അവക്കാഡോയാണ്. ഇത് കണ്ടോ, ഈ കാണുന്നതൊക്കെ കുഞ്ഞു കാണുന്നതൊക്കെ അവക്കാഡോയാണ് കേട്ടോ. അപ്പം ഇവിടെ അത് ഒരുപാട് കിട്ടും. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും. കാരണം കുഞ്ഞിന് കൊടുക്കാൻ നല്ല അവക്കാഡോ നല്ലതാണ്, ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ വാങ്ങണം എന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലും നമുക്ക്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് SSLC റിസൾട്ട് ഉണ്ട് കേട്ടോ വരുന്നത്, അതൊക്കെ നമുക്ക് കാണാം. മാങ്ങ പറിക്കണം ഗൈസ്. മാങ്ങ പറിക്കാനല്ല, മാങ്ങ പെറുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു മാവുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. ബാക്ക് ക്യാമറ ഇടാതായിരിക്കും നല്ലത്. നിനക്ക് അറ്റാക്ക് വരും കേട്ടോ, നീ ഇത് ഓരോന്ന് കേട്ടിട്ടു. SSLC റിസൾട്ടിന്റെ ടെൻഷൻ ആ പെണ്ണിന്. ഗൈസ് പോകാനാവോ? താഴെക്കൂടെ ആവൂല, ഇറങ്ങാനാവൂല. ഇത് കണ്ടോ, ഇതാണ് മാവ്. മാങ്ങ പെറുക്കാന്നാണ് പറയുന്നത്. ആരെ പറമ്പാണോ എന്തോ. ചാടാനാവോ? തന്നെയല്ലേ പതുക്കെ. അതാ പടച്ചോനെ, നോക്കട്ടെ, ഇറങ്ങി നോക്കട്ടെ. എവിടെയെങ്കിലും എന്തെങ്കിലും കുറ്റിയുണ്ടെങ്കിൽ കേറിപ്പോവും ഗൈസ്. ഓ പച്ചി വാ, വടിയനു നോക്കണേ, കുറ്റിയൊക്കെ ഉണ്ട്. ഓ ഈ പെണ്ണിന്ന് അറ്റാക്ക് എങ്ങാനും വരും. മാവിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. സ്റ്റാലിൻ ജോണിയും കുഞ്ഞുമക്കളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാപ്പിത്തോട്ടാട്ടോ ഗൈസ്, കാപ്പിത്തോട്ടം. നമുക്ക് കിട്ടുമോ പോലും? നീ എടുക്കാൻ തുടങ്ങി. ഹേ ഗൈസ്, അപ്പോൾ ഇതാ കാപ്പിത്തോട്ടാട്ടോ. ഇത് നിറച്ച് വയനാട് വന്നാലുള്ള സ്പെഷ്യാലിറ്റിയാ. നിങ്ങൾ പെറുക്കി കഴിഞ്ഞു ചേട്ടായി? കിട്ടി? ചാണകക്കൊണ്ടില്ല? ഏത് ചാണകക്കൊണ്ടില്ലേ? ഇവിടെ ഉണ്ട് തോന്നടി, വരണ്ട.
ഓ ആ അതങ്ങനെ ചെയ്യുന്നത് നല്ലത് കേട്ടോ. നല്ല വ്യൂ ആണ് ഗൈസ്. നമ്മളെ ആണല്ലേ, നല്ല വ്യൂ ആണ് ഗൈസ്, നല്ല വ്യൂ ആണ്. ഇവിടെ ഞങ്ങളുടെ കാണാൻ നല്ല രസമാണ് ഗൈസ്. ബിൻസിയൊക്കെ വരണം എന്നാലും ഒന്നുകൂടി ചില്ലാവുള്ളൂ. മോനെ അവിടെ കിടത്തിയിട്ടുണ്ട്, അമ്മ നോക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാലിൻ ചേട്ടാ അതിന്റെ മണ്ടൊക്കെ ഒരു മാങ്ങ വീണിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. തലയിൽ അതെ അതെ, അവൻ പഠിച്ച 8ാം ക്ലാസ് പാസ്സായി. ഇതൊക്കെ പിന്നെ എല്ലാം പാസ്സായതാ കേട്ടോ. ഇത് 3 എങ്ങനെ അതെ അതെ ഓൾ പ്രൊമോഷനാ പ്രൊമോട്ട്. എന്റെ മക്കള് 3 ടെൻഷൻ അടിച്ച് ഒരുക്കി തീരുവാട്ടോ. സാരില്ലടാ, മനുഷ്യനല്ലേ പിള്ളേ. ഫുഡ് കഴിക്കാട്ടോ. നല്ല ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. എത്ര സമയമായി? 1:30യോ? ടൈം എത്രയാണെന്ന് അറിയോ? ഓ ഇതെന്റെ ഫോണാണല്ലോ. 1:31 3 മണിക്ക് റിസൾട്ട് വരും. എല്ലാത്തിനും കിളിപാറി കിടക്കുക. നല്ല നെയ്ച്ചോറ്, ബീഫ്, കുറച്ചല്ല, ഒരു കഷ്ണം ബീഫ് എടുത്ത് വെക്കുക, കുറച്ച് ചെള്ളാസ് എടുത്ത് വെക്കുക, കുരിപ്പ് മിണ്ടാണ്ടിരിക്കാൻ കിട്ടും, കുറച്ച് അച്ചാറ് മക്കി നോക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് എന്നെ കാണൂലല്ലേ ഇപ്പൊ തിന്നുമ്പോ, ഇത് തിന്നു നോക്കുക. അടിപൊളി കേട്ടോ, അടിപൊളി, നല്ല രസമുണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ല ഉറക്കാട്ടോ. ഇവിടെ മേലെ ദിവ്യ ചേച്ചീൻ്റെ വീടും താഴെ ദീപേച്ചിന്റെ വീടും കേട്ടോ. ദീപേച്ചിയും ദിവ്യേച്ചിയും സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവരില്ല എല്ലാവരും അവിടെ. മേലെ TV ഇല്ല, അവർ 10ാം ക്ലാസ് ആയതുകൊണ്ട്. അപ്പൊ താഴെയാണ് TV ഉള്ളത്. അപ്പൊ ഇവര് ഇങ്ങനെ റിസൾട്ട് നോക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. എല്ലാം ടെൻഷൻ അടിച്ച് വിറച്ചിരിക്കുക. കാണിച്ചു ചേട്ടാ അത്, അതെന്താ ലിങ്കാണോ? ലിങ്കൊക്കെ എടുത്ത് ഓപ്പണാക്കി വെച്ചിരിക്കുക കേട്ടോ. 3 മണിക്കല്ലേ ശരിക്കും? 3 മണിക്കാ ഗൈസ്. ഓപ്പണാക്കി വെച്ചിരിക്കുക കേട്ടോ. അതാ നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞേ. ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് റിസൾട്ട് നോക്കാൻ വന്ന സമയത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ. അയ്യോ എന്തും കുഴിയാണ്, കാണുന്നുണ്ടോ വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. എവിടെ 2 ഉണ്ടെന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. 2 അതിന്റെ ഗ്യാപ്പിലൂടെ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഇതുപോലത്തെ പിള്ളേരുണ്ടോ? ഇപ്പൊ ഉരുകി തീരും കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് ഒന്നിന് ബോധമില്ലാത്ത അവസ്ഥയിലാണുള്ളത് ഗായ്സ്. ഒന്നും പറയണ്ട. നല്ല പോലെ പെട്ടപ്പെട്ട ഹാർട്ട് അടിക്കുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങളെ? ഫോണെവിടെ? ഫോണിങ്ങുണ്ടോ? ഉടൻ ഗായ്സ് SSLC ഫലം പ്രഖ്യാപിച്ചു കേട്ടോ. മക്കളെല്ലാം സൈറ്റിൽ കയറി ഇരിക്കുക കേട്ടോ കുത്തിയിട്ട്. കിട്ടിയോ? അന്നാമോളുടെ ഇടി പെണ്ണെ എന്തിനാണ്? വായോ ഒരു ഹഗ് ആയോ. കൺഗ്രാറ്റുലേഷൻസ്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഗൈസ്. നമ്മുടെ ശ്രീകുട്ടിക്ക് ഫുൾ A+ ആയിട്ടോ. എത്രയാ?
ആർക്കാ ഇവക്ക അമ്മൂന? ഓ മതി, ധാരാളം മതി ചേച്ചി. 8+ എവിടെയാ കിടക്കുന്നേ മോളെ? അടിപൊളിയാ. ഇനി അന്നുവിന്റെ എന്നാടി ആ ചേച്ചിക്ക് നമ്പർ പറഞ്ഞു കൊടുക്ക്. അത് ആ ചേച്ചിനോട് പറഞ്ഞു കൊടുക്ക. കാര്യല്ലടി പെണ്ണേ. അയ്യോ ഇതാ നോക്കൂ, അത് ആ ചേച്ചി നോക്കൂ. എടി ടെൻഷൻ അടിക്കല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുക്കേ. 17/8/2010. അയ്യോ അന്നുവിന്റെ. എടി കുഞ്ഞ ടെൻഷൻ അടിക്കല്ലേ മോനെ. മൊത്തം കരുതാതെ. അവളൊന്നും മോശമൊന്നും അല്ലല്ലോ. 8+ എന്താ കുറവാണോ? അതെ, അവക്ക് കിട്ടിയ അതന്നെ. അയ്യോ എടി കുഞ്ഞെ, അതൊന്നും ആർക്കും കിട്ടൂല. നിന്റെ കഷ്ടപ്പാടിന്റെ ഫലം അത് ദൈവം തന്നത് കേട്ടോ. നീ അധ്വാനിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്നാ അപ്പൊ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. വിജയാഘോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക കേട്ടോ. സ്റ്റാലിൻ ജോണിയാണ് പടക്കം പൊട്ടിക്കുന്നത് ഗൈസ്. നമ്മുടെ മെമ്പേഴ്സ് ഇതാ എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാം ഓടിയോ? പടക്കം മേടിച്ചിട്ട് എല്ലാം ഓടി കേട്ടോ. ദാ റെഡി. ദൈവമേ, ഞാൻ ആദ്യം ഓടട്ടെ. അയ്യേ, ഫ്ലോപ്പായോ? തീ ഉണ്ട് കേട്ടോ. പൊട്ടും 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 പൊട്ടും. 2 വെടി വെട്ടി നമ്മളെ പറ്റിച്ചു. അതടുത്തെ താണ്ടെ വിജയാഘോഷ പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കറണ്ട് പോയി ഗൈസ്, അതുകൊണ്ട് വെട്ടം ഉണ്ടാവൂല. വാ മോനെ, ഒന്ന് കൂക്ക്. മൂന്ന് മക്കളും SS ജയിച്ചതിന്റെ പ്രകടനാട്ടോ നിങ്ങൾ ഈ കാണുന്നത്.
ലാസ്റ്റ് നമ്മളില്ലേ ശ്യാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടും കാര്യങ്ങളൊക്കെ മോർണിംഗ് കാണിച്ചു തരാം. വിദ്യാഘോഷ പ്രകടനാട്ടോ, എല്ലാരും ഉണ്ട്. നമ്മുടെ തൃശ്ശൂരിന്ന് പിരിച്ചു വന്നിട്ടുണ്ട്. അല്ലിപ്പണ്ണിന് പാമ്പേഴ്സ് ഇട്ട് കൊടുത്തോ? ഇല്ല, ഇനി സ്ട്രൈക്ക് മേടിക്കാൻ താല്പര്യമില്ല. മക്കൾ ഒരു ഹായ് പറയൂ. ഇട്ടടോ എല്ലാരും ഇല്ലേ വിജയാഘോഷ പ്രകടനത്തിന്റെ പുറത്താട്ടോ. പൊട്ടിച്ചോ? ഇനിയുണ്ടോ പൊട്ടിക്ക്? വേഗം പൊട്ടിക്കഴിഞ്ഞ് കുറുക്ക് കൊടുക്കണം. ശ്യാമേണ്ടോടോ? ശ്യാമേണ്ടുണ്ട് കേട്ടോ. എല്ലാം തിരക്കാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ കെട്ടിയോടെ മിസ് ചെയ്യുന്നുണ്ട്. എന്താന്നറിയില്ല. ശ്യാംബ്രോ എന്തൊക്കെയുണ്ട്? അതാ താക്കോല് ആരുമില്ല വീഡിയോ എടുക്കുന്നു. പിന്നില്ലേ താക്കോല് കൊടുക്കാൻ പറയുന്ന അങ്ങോട്ട് ആരാ വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. പക്ഷെങ്കില് ലോങ് ആയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അമ്മ അളിയനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതാരാണ്? ബുക്ക് നോക്കുന്ന ഞാൻ തോന്നുന്നു. അതാ അമ്മയുണ്ട്. അമ്മേനെ ഒന്ന് കാണട്ടെ. അമ്മേ അതാണ് ഞങ്ങളുടെ അമ്മ. അല്ലെ ഏതാ കുഞ്ഞിപ്പെണ്ണ്? നിങ്ങളുടെ ഫാനാട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോഴത്തെ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കുക കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.